ഹലോ നമസ്കാരം, വെൽക്കം ടു എ DIY ഡേ. ഇന്ന് ഞാനൊരു ഡെക്കോർ പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇത് കുറച്ച് ബീഡ്സ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തത്, പിന്നെ തെർമോക്കോൾ പീസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കാർഡ്ബോർഡ് പീസിൽ നിന്ന് ഒരു ചെറിയ റൗണ്ട് പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ ഇത് നമ്മൾ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബീഡ്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം ഇപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബീഡ്സിനൊക്കെ ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുക്കാൻ പോവാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തെർമോക്കോൾ പീസിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ചുളിവുകളിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ടിഷ്യൂ നന്നായിട്ട് ഡ്രൈ ആയ ശേഷം ഞാൻ ഈ ചെറിയ മെറ്റൽസ് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് മാത്രം ഒട്ടിച്ചു കൊടുക്കുക. അത് കംപ്ലീറ്റ് ആയി ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് മൊത്തമായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗോൾഡൻ പൗഡർ യൂസ് ചെയ്തിട്ട് ഈ മെറ്റലിൻ്റെ മേലെയൊക്കെ ആദ്യം കൈകൊണ്ട് മെല്ലെ ടച്ച് ചെയ്ത് കൊടുക്കുക. ബ്രഷ് കൊണ്ട് ചെയ്യുന്നതിനേക്കാളും ഫിനിഷിങ് കിട്ടുക നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോഴായിരിക്കും. ഇതേപോലെ തന്നെ തെർമോക്കോളിൻ്റെ 4 സൈഡ്സിലും ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഈ ബീഡ്സിൻ്റെ മേലെയും സെയിം ഗോൾഡൻ പൗഡർ യൂസ് ചെയ്തിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കിലൊന്നും ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ബീഡ്സിൻ്റെ മേലെ മാത്രമായിട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം മൊത്തം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബാംബൂ സ്റ്റിക്ക് ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. തെർമോക്കോളിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗമ്മ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ഡെക്കർ പീസ് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒട്ടും കാശ് ചിലവില്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും മനോഹരമായൊരു പീസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.